വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. എന്നാലും ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ 128 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പം കുറച്ചും കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. വീഡിയോസ് ഇടുന്നതാണെങ്കിലും കാണാൻ, ലോങ് വീഡിയോസ് ആണെങ്കിലും ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിലും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ തവണയും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിൽ അവിടെ നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ടൊരു അത്യാവശ്യം നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ടല്ലോ. അപ്പം പുറത്തിറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എല്ലാ ദിവസവും രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന നടക്കാൻ ഇറങ്ങുന്നതായിരുന്നു. ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരു 7:30 ഇങ്ങനെ താമസിച്ച് എഴുന്നേറ്റത്. അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റിട്ട് 7:30 വരെ നടക്കുന്നതായിരുന്നു. ഇന്നിപ്പം മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ആ പരിപാടി മാത്രം നടന്നില്ല. അല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു എല്ലാ ദിവസവും രാവിലെ. ഇനിയിപ്പോൾ വൈകിട്ട് മഴയില്ലെങ്കിൽ വൈകിട്ട് നടക്കാൻ ഇറങ്ങണം. ആ ഒരു പരിപാടി മാത്രം നടന്നില്ല. അത് കാണിച്ചു തരാം ഗൈസ്. വേറെ ഒന്നല്ല, ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഓറഞ്ചിൻ്റെ അതിൻ്റെ തൈ, അതിൻ്റെ കുരു ഞാൻ ഇവിടെ ഇട്ടിട്ട് അത് മുളച്ചു വന്നു. 3 കുരു ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടിട്ട് മുളച്ചു വന്നു. അത് കാണിച്ചു തരാം. 2 ഈ ചെറുത് അത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ പഴയട്ടോ, അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. ഇതാണ് 3 ഓറഞ്ചിൻ്റെ തൈ. ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ സാമ്പാർ ഇന്നലത്തെ ഉണ്ട്, അത് ചൂടാക്കിയാണ്. അമ്മയപ്പോഴത്തേക്കും അമ്മ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇന്നത്തെ കാപ്പി ഇഡ്ഡലിയും. ആ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിയാണ് രാവിലെ പറഞ്ഞായിരുന്നല്ലോ, കാണിച്ചത്. ഇഡ്ഡലി കാപ്പിടി എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ഇങ്ങനെ അങ്ങോട്ട് നടക്കുക, അതാണ് പരിപാടി. അപ്പോൾ നടന്ന സമയത്ത് കണ്ടതാണ്. എൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അല്ല, മറ്റേ ലോങ് വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റേത്. അതിൻ്റെ ആ കവറിനകത്തിരുന്നത് അപ്പോൾ എടുത്ത് ഇവിടെ നട്ടു വെച്ചു. അപ്പോൾ പറമ്പിലൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഇവിടെ വെളിച്ചത്ത് പറമ്പിലാകുമ്പോൾ എരമ്പ് കാരണം വലുതാവത്തില്ല. അപ്പം അത് വീണ്ടും എടുത്ത് അപ്പം ഇവിടെ കൊണ്ടുവന്ന് നട്ടു വെച്ച് കാണിക്കാവേ. അത് മറ്റേ ഞാൻ വീഡിയോ ഇട്ടതിനേക്കാളും കുറച്ചും കൂടെ വലുതാണിത്, കണ്ടോ. ഉണ്ടോ ഗൈസ്, ഇതാണത്. അതപ്പോൾ അവിടെ നട്ടു വെച്ചത്. ഇവിടെ വെളിച്ചമാകുമ്പോൾ പെട്ടെന്ന് ഇതായി വരും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കപ്പ ബിരിയാണിയുടെ അമ്മയുടെ. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അമ്മ നമ്മുടെ വേലിച്ചീരയില്ലേ, ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചീര പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അടുക്കളയിൽ കഞ്ഞി വെച്ചിട്ടുണ്ട്, അപ്പം തീ കത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇത് പുകയോ അതോ ഒരു രക്ഷയില്ലാത്തൊക്കെ ഉണ്ടോ, ഇങ്ങനെയായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് കത്താൻ ഇച്ചിരി താമസമാണ്. അതിന് ഊതി നമ്മുടെ ഏർപ്പാട് തീരും. ഊതിയാലും കത്തൂല, നെയ്യും പുകയാവും മിക്കവരും ഇവിടെ നിറയും. ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഞാനൊന്ന് കത്തിച്ചിട്ട് വരാം. കുറേ പരിശ്രമത്തിന് ശേഷം തീ കത്തിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതവിടെ നിന്ന് കത്തിട്ട് ഗൈസ്. ഞാനിപ്പോൾ വെറുതെ കുത്തിയിരിക്കുക തന്നെ. വന്നിട്ട് ഞാൻ നോക്കിയിരിക്കുക, വെറുതെ ഇരിക്കുക. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഉച്ചയ്ക്കത്തെ ചോറുണ്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞാൽ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടാട്ടോ ഇപ്പോൾ എഴുന്നേറ്റ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുത്തിയിട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയത്.
അതുകൊണ്ടാണ് ഉച്ചക്കത്തെ ഫുഡിൻ്റെ ഒന്നും കാണിക്കാതിരുന്നത് കേട്ടോ. ചെറുതായിട്ട് മഴയ്ക്ക് ഇടി മുഴങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് മഴ തൂളുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. വീട്ടിൽ പുതിയ അതിഥിയല്ല, കുറേ നാളായിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ വീഡിയോ എടുക്കാറില്ലായിരുന്നു. വിശക്കുന്നുണ്ടോ? മഴ തൂവാൻ തുടങ്ങിയിട്ടുണ്ട്. അകത്തോട്ട് കയറട്ടെ, അല്ലെങ്കിൽ ഇപ്പം അകത്തുനിന്ന് വിളി. ഇപ്പം 4:30 ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ചായയുടെ വേണ്ടിയിട്ട് ഞാൻ അടുക്കള വന്നാണ് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തിളയ്ക്കാറായിട്ടുണ്ട്. ഓക്കെ, ചായ എടുത്തതിന് ശേഷം കാണാം. തിളച്ച് പോയേ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5:30 ആകുമ്പോഴത്തേക്കും നടക്കാൻ ഇറങ്ങണം. 6 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.